കോഴിക്കോട് കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണും പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞും അപകടം. രാമനാട്ടുകരയിൽ വൻമരം കടപുഴകി വീണു. റോഡിലേക്ക് വീണ മരത്തിന്റെ ചില്ലകൾ തട്ടി 2 പേർക്ക് നേരിയ പരിക്കേറ്റു. വെള്ളിപ്പറമ്പ് വരമ്പിൽ കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് കോട്ടൂളിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മതിൽ വീടുകൾക്ക് സമീപത്തേക്ക് ഇടിഞ്ഞു വീണു. ദീപക് മലയമ്മയുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഇത്തരത്തിൽ മഴയുമായി ബന്ധപ്പെട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ എത്ര പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്? ചുരുക്കത്തിൽ മലബാറിലെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? അൻസു, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മലബാറിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ശക്തമായ മഴ ഉണ്ട് എന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ ഉണ്ട് താനും. ഇന്നിപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. സംഭവ സമയത്ത് ജീപ്പിനകത്ത് ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. പേരാമ്പ്ര പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് വരമ്പ് സ്റ്റോപ്പിൽ കനത്ത മഴയെ തുടർന്ന് മരമൊടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വാഹന ഗതാഗതം തടസ്സപ്പെട്ടുവെങ്കിലും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി അത് പുനഃക്രമീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. രാമനാട്ടുകരയിലും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മരം കടപുഴകി വീണു. ആ ഒരു അപകടത്തിൽ 2 പേർക്ക് മരത്തിന്റെ ചില്ലകൾ തട്ടി സാരമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് കൂടിയാണ് വാഹനം വീഴുകയും ചെയ്തിട്ടുള്ളത്. കോട്ടൂളിയിൽ ഇന്ന് രാത്രിയോട് കൂടിയാണ് പണി നടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. അത് തൊട്ടടുത്തുള്ള വീടിന്റെ അരികിലേക്കാണ് അത്തരത്തിൽ മതിൽ ഇടിഞ്ഞു വീണത്. കോട്ടൂളി മാങ്ങാട്ട് വയലിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ആളപായമൊന്നും തന്നെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് സംഘം എത്തിയത് മണ്ണും കല്ലും ഉൾപ്പെടെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ശരി, വ്യക്തമാണ്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.